ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ ഒരു ഡിസേർട്ട് നോക്കുക എത്ര പ്രിറ്റി ആയിട്ട് ಚಂದ ಅತ್ತರನೇ ಟೇಸ್ಟಿ ಆಯ್ತು ತಿನ್ನೋಗೊಂಡು പിന്നെ ഒരു ഡിസേർട്ട് ಅವತ್ತಲು ಮಸ್ಟ್ ಟ್ರೈ ಹಾಕೋನು ഇതിരെ ആക്കുക ജസ്റ്റ് 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇതിരെ ഈസിലി അവത്തിലാക്കി പ്രിപ്പയർ ആക്കിയെടുക്കാം. നിങ്ങളെ ദാവത്ര മെനുവിലും ഗസ്റ്റ് കഴിത്ത് നിങ്ങളെ അവത്ര മെമ്പേഴ്സ്ക്ക് സ്പെഷ്യൽ ഫീൽ ആക്കാട്ടുകയെല്ലാം ആക്കിയെടുക്കാം. ഈ ഒരു ഡിസേർട്ട് ആക്കിയെടുക്കുക നിങ്ങൾക്ക് ജസ്റ്റ് 5 തിങ്സ് മെയ്യാവൂ. ಸೊ ಅದು ಎಂದ್ರೆಲ್ಲ ನೋക്കുക. ನಾನು ഒരു ಬೌಲಿಗೂ ಜೆಲಿ ಕ್ರಿಸ್ಟಲ್ಡೆ ಜೆಲ್ಲಿ ಪ್ಯಾಕ್ ಬಂದಲ್ಲಿ ಅದ್ರ ಎಡ್ತೊಂಡ್ರೆ ಅದ್ರ ಹಾಫ್ ಪೋರ್ಷನ್ ಹತ್ರ ಇಟ್ಟೊಂಡ್ರಲ್ಲೇ ಬೌಲಿಗೂ അതിന് ഇപ്പം ഞങ്ങൾ ഒരു ഹാഫ് കപ്പ് അത്ര വാട്ടർ ഇടണം. ನಾನು ಜೆಲ್ಲಿയുടെ ಪ್ಯಾಕ್ಡೆ ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ട് പാടെ ഫ്രിഡ്ജിൽ വെച്ച് ಬಿಡ್ರೆ ഇപ്പം ഹാഫ് കപ്പ് അത്ര വാട്ടർ ഇട്ടിട്ട് റൂം ടെമ്പറേച്ചറിൽ വാട്ടർ ഇട്ടിട്ട് നല്ലാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് അതിൽ ക്രിസ്റ്റൽ എല്ലാം മെൽറ്റ് ആവിടത്തോളം മിക്സ് ആക്കിയോളൂ. അതിൽ പിന്നെ ನಾನು ഒരു ചെറിയ എടത്തിൽ ഇതിരെ തെൽ വെച്ചാക്കി എടുത്തോളുക. അത് പിന്നെ സെറ്റ് ആവുന്നല്ലേ അത് കഴിത്ത്. ಸೊ അതിൽ പിന്നെ ನಾನು ഒരു ബൗളിലും ഇങ്ങനെ ഡ്രീം വിപ്പ് ಪೌಡರ್ ಇದು ನಾನು ಸೌದಿರೇ ಬಿಲ್ ಪಾಟ್ರದು ಹಸ್ಬೆಂಡ್ ಬರ್ಮೋತಿಗೂ ಎವ್ರಿ ಟೈಮ್ ನಾನು ಕೊಂಬರೋಗು ಚೊಲ್ಡೆ ಇಲ್ಲಿ ನಂಗೆ ಪೋಯಿಂಗ್ ಕೊಂಡ. ಸೊ ഇതിലിങ്ങനത്തെ 4 ಪ್ಯಾಕೆಟ್ ಇಕ್ಕರು ಇಲ್ಲಿ ಜಂಡ್ ನಂಗೆ ಇಪ್ಪ ಈ ಬೌಲಿಗೆ ಆ್ಯಡ್ ಆಕಿಯಲ್ಲೂ. ഇതിന് മുന്നിലും ನಾನು കസ്റ്റർഡ് ആപ്പിളിൽ ഐസ്ക്രീം ആക്കിയ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ. നോക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ് പോയിട്ട് നോക്കൂ. ಸೊ ഇപ്പം ഇതിന് 1 കപ്പ് അത്ര കോൾഡ് മിൽക്ക് ആഡ് ആക്കിയല്ലോ. 1 കപ്പ് അത്ര കോൾഡ് മിൽക്ക് ആഡ് ആക്കിയാൽ പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അത്ര ഞങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലേ അത് ആഡ് ആക്കിയാണ്. ഇപ്പം ഞങ്ങൾ ഇതിൽ ബീറ്റ് ആക്കണം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാട്ടിത്തന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ആക്കിയ മിസ്റ്റേക്ക് ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ പൗഡർ ഇട്ടാൽ പിന്നെ ഇങ്ങനെ ബീറ്റ് ആക്കുക. ಸೊ ಅದು ಯಾರತ್ತೆಲ್ಲ ಪಾರು. ಸೊ ನಾವು ಎಪ್ಪೋ ಎಂದ್ರ ಹಾಕೋನು ಬೀಟ್ ಹಾಕೋದಕ್ಕೂ ಫಸ್ಟ್ ಮಿಷಿನ್ ಆನ್ ಹಾಕಂತೇವಿ ವರ್ಕ್ ಅದಕ್ಕೆ ನಲ್ಲೇ ಮಿಕ್ಸ್ ಕೊಡ್ಕೊಂಡು പിന്നെ ഞങ്ങൾ ഈ ബീറ്റർ ഉണ്ടല്ലേ അതിൽ ഇങ്ങനെ ബൗളിൻ്റെ ഉൾഗ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ബീറ്ററുടെ ഫസ്റ്റ് സ്പീഡ് ബട്ടണിൽ ഓൺ ആക്കുന്നു. ಸೊ ನಾವು ഇവിടെ നിങ്ങൾക്ക് കാട്ടിത്തണ്ടേ അങ്ങനെ ആക്കറേಂತ എപ്പോൾ ഞങ്ങൾ ബീറ്റർ ഇങ്ങനെ ഉൾഗ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മെല്ലെ ഓൺ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ സ്പീഡെല്ലാം ഇൻക്രീസ് ആക്കിയല്ലോ. ഇനി ബീറ്റ് ആക്കിയിട്ട് തിക്കാക്കി എടുത്തോളൂ. ഞങ്ങൾ വിപ്പിംഗ് ക്രീമിൻ്റെ നാട്ടിൽ സെറ്റ് ആവുക ഫ്രിഡ്ജിൽ വെച്ച് ಬಿಟ್ಟೆ. അത്രത്തോളം ഞാനിവിടെ പ്രൊസസ്സറിൽ അതിലെ ബ്ലേഡ് പ്ലാസ്റ്റിക് ഇത് വെച്ചോണ്ട് അതിൽ കൂടെ ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു തിങ്സ് എന്ത് ചെന്നെങ്കിൽ ಖಾರಿ ಎಲ್ಲಾರು ಹೊತ್ತು ಕೊಂಡಾರು ನಾರ್ಮಲಿ ಟೀಗೆಲ್ಲ ಕೊಂಡಾರು ಟೀ ಟೈಮ್ಗೆಲ್ಲ ಅದ್ರ ಲೆಫ್ಟ್ ಓವರ್ ಇಂಗಂತೆ ಕ್ರಮ್ಸ್ ಸಿಕ್ಕರಲ್ಲೇ അതിൽ ഇട്ട് ಹಾಕ್ಯೊಂಡ್ರಿ ಅದಕ್ಕೆ ಜಂಡು ടേബിൾ സ്പൂൺ അത്ര ബട്ടർ ആഡ് ആക്കിയിട്ട് ഞങ്ങൾ ഇതിൽ ബ്ലെൻഡ് ആക്കി എടുത്തോളൂ. നല്ല ഒരു ക്രഷ് പലാക്കി എടുത്തോളുക. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ക്രഷ് ആക്കിയിട്ട് പിന്നെ കാട്ടേ. ಸೊ ഈസി ആയിട്ട് ഇങ്ങനെ ബ്ലെൻഡറിലിട്ടിട്ട് നമുക്ക് വിനായപ്പന ഇങ്ങനെ ആക്കിയെടുക്കാം. ಸೊ ഇതിಗೆ ನಾನಿപ്പോൾ ನಂದೊಟ್ಟಿಗೂ ಮುಂಜಾಂಡು ಹಾಕಿ ಬೆಚ್ಚಿ ಕೇಕಿൽ ഒരു 2-3 പീസ് കേക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ട് ഇട്ട്. ಸೊ ഞാൻ ഇവിടെ ഇതിലും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലേ. നിങ്ങൾ ഇത് ജണ്ടിൽ ഏതും നിങ്ങളൊട്ട് ഇന്നെങ്കിൽ ഇടാൻ ഞാൻ ഇവിടെ ജണ്ടും ഇട്ടോണ്ട് നിങ്ങൾക്ക് ഇതിലെ പ്ലേസിൽ വേറെ എന്തും നിങ്ങളിട്ടിക്കോ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ബ്രെഡ് മാരി ബിസ്ക്കറ്റ് എന്തെങ്കിലും അതിലും ഇൻക്ലൂഡ് ആക്കാം. മാരി ബിസ്ക്കറ്റും ബ്രെഡ് ഒട്ടുകിട്ടത് അങ്ങനെ ആക്കാം. ಸೊ ನಾ ಇಪ್ಪ ഇവിടെ ഇതിലും പാടവർക്ക് ബ്ലെൻഡ് ആക്കി എടുത്തോണ്ടേ. ಸೊ ഇപ്പം ഇതിൽ ഞാൻ സെറ്റ് ആവുകൂ. ഇപ്പം ഞങ്ങൾ ഇതിൽ സെറ്റാക്കിയಲ್ವಾ ഇതിൽ ഒരു ചെറിയ കപ്പറത്തരനാണ് ക്രംസിലെ സൈഡിൽ എടുത്ത് വെച്ചിട്ട് ബാക്കിയിട്ടെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് സ്പാറ്റുലയുടെ ഹെൽപ്പിന് ഇങ്ങനെ മെല്ലെ മെല്ലെ ലൈറ്റ് ഹാൻഡിൽ അതിൽ പ്രസ് ആക്കിയിട്ട് ഈവൻ ആയിട്ട് അതിൽ സ്പ്രെഡ് ആക്കിയിട്ട് പിന്നെ മെല്ലെ ലൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ ഒത്തിയിട്ട് അതിൽ സെറ്റാക്കിയോളൂ. ഇതിൽ ഷുഗർ സിറപ്പ് ആവട്ടെ അങ്ങനെ എന്തും ഇടില്ല ഞാൻ. ഇല്ലെങ്കിൽ നമുക്കത് ചെമ്മേ സ്വീറ്റ് പലാവട്ടെ പിന്നെ അത് ഒരു ടൈപ്പ് ഓവർ സ്വീറ്റ് ആയെങ്കിൽ നല്ലതാവില്ലേ. അതിൽ ഞാൻ അതിൽ ലൈറ്റ്ലി ഇങ്ങനെ പ്രസ് ആക്കിയിട്ട് ഇപ്പം ഞങ്ങൾ ഇതിരെ ഫ്രിഡ്ജിൽ വെച്ച് ಬಿಡುವ 15 മിനിറ്റ്സിಗೆ അത് നല്ല സെറ്റ് ആവുകയായിട്ട്. ഞാൻ ഫ്രിഡ്ജിൽ ഫ്രഷ് സോൺ ഉണ്ടല്ലേ
അതിൽ വെച്ച് കൂടുക ഞങ്ങൾ പാല് കേട് അല്ല ബേക്കറിയിൽ ആ പ്ലേസിൽ വെച്ച് കൂടുക 15 മിനിറ്റ്സിൽ നല്ല കറക്റ്റായിട്ട് സെറ്റാവിടും. സെറ്റായാൽ പിന്നെ ഞങ്ങൾ ഇതിലാക്കി വെച്ച് വിപ്പിംഗ് ക്രീമെല്ലാം ഇടുകയായിട്ട് അതിൽ പ്രിപ്പറേഷൻ ആക്കി എടുത്തോളൂ. ഞങ്ങൾ വിപ്പിംഗ് ക്രീമിൽ തെൽ കോൾഡ് ആവുക വെച്ചാൽ കറക്റ്റായിട്ട് കോൾഡ് ആയിട്ട് ചുമ കേക്ക് ഞങ്ങൾ ബീറ്റാക്കാറില്ല, അത്ര തിക്കും അല്ല, അതിൽ കാണാൻ തെല്ല് സോഫ്റ്റ് ആയിട്ട് ആക്കിയെടുത്തോളൂ. അതിൽ പിന്നെ ഞങ്ങൾ ആക്കി വെച്ച് ജലീരെ ഉണ്ടല്ലേ അതിൽ 2 പോർഷനിൽ അതിൽ ഡിവൈഡ് ആക്കി എടുക്കണം. ജലീരെ ക്രിസ്റ്റൽ വാട്ടറെ അതിൽ ഈ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഇങ്ങനെ നല്ലാക്കിയിട്ട് മിക്സ് ആക്കി എടുത്തോളണം. ഇത് ചന്തത്തൊരു ബ്യൂട്ടിഫുൾ ആയ ഒരു കളർ ಬಂದು അവിടെ ജെല്ലി എടുത്തോണ്ട് സ്ട്രോബെറി ഫ്ലേവർ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയത് എടുത്തോളാം, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമായ ഒരു ഫ്ലേവർ ഏതും എടുത്തോളാം. ബട്ട് വെനിലത്തെ കാണാൻ ബെറ്റർ ആയിട്ട് വേറെ ഏതും ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, റാസ്ബെറി എല്ലാം എടുത്തോളാം. അപ്പം ലുക്കും നല്ല ഉണ്ട്, പിന്നെ ഫ്ലേവറും എൻഹാൻസ് ആയിട്ട് ഉണ്ട്. ബ്ലാക്ക് കറന്റ് എടുത്തോളാം, പിന്നെ ഒരു നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ലുക്കും നല്ലതായിട്ട് എൻഹാൻസ് ആവുന്ന പോലത്തെ ജലീരെ എടുത്തോളൂ. ഇതൊരു സൈഡിൽ വെച്ച് കൊടുക്കുക. അത്രത്തോളം ഞങ്ങൾ 15 മിനിറ്റ്സിൽ ഞങ്ങളെ ഈ ഒരു സെറ്റായിട്ട് വന്നത് ഞങ്ങൾ സെറ്റാകുക വെച്ചാൽ അതിലെ ബേസ് അത് സെറ്റായി അത് ഈ ക്രീം ഇട്ടിട്ട് സ്പ്രെഡ് ആക്കി എടുത്തോളുക. ഈക്വലായിട്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആയിട്ട് ഇരിക്കണം. ഇത് ഞങ്ങൾ ഒരു 5 to 6 മിനിറ്റ്സ് റെസ്റ്റിക്ക് വെച്ച് വിടുക ഫ്രിഡ്ജിൽ. പിന്നെ ഇത് നല്ല സെറ്റായ പിന്നെ ഞങ്ങൾ ലെഫ്റ്റ് ഓവർ വിപ്പിംഗ് ക്രീമിൻ്റെ അതിൽ ഇതിന് മേലിൽ ലെയർ ആക്കിയുള്ള കറക്റ്റായിട്ട് തിന്നായിട്ട് ഒരേ പറ്റി ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആക്കിയിട്ട് ഇതിലും ഞങ്ങൾ ലെയർ ആക്കി എടുത്തോളണം. ഇത് നല്ല ലെയർ ആക്കിയാൽ പിന്നെ ഞങ്ങൾ ഒരു ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ബാർബിക്യൂടെ പിന്നെങ്കിൽ അതിൽ സ്റ്റിക്കുന്നെങ്കിൽ അതിലിങ്ങനെ ഒരു അധികം ടെക്സ്ചർ കൊടുത്തോളുക. നല്ലതായിട്ട് ടെക്സ്ചർ കൊടുത്തെങ്കിൽ അതിൽ നാനിങ്ങനെ സർക്കുലർ മോഷനിൽ അതിലിങ്ങനെ ടേൺ ആക്കിയിട്ട് അതൊരു ടെക്സ്ചർ കൊടുത്തോണ്ടില്ലേ. ഇപ്പം ഇത് അതൊരു നല്ല ടെക്സ്ചർ വന്നാൽ പിന്നെ ഇപ്പം ഇതിൽ ഞങ്ങൾ ലെഫ്റ്റ് ഓവർ ജെല്ലിയുടെ ലിക്വിഡ് വെച്ചിരുന്നാൽ അതിൽ ഇതിന് മേലിൽ ഇങ്ങനെ ഒരു സ്പാറ്റുലർ ഹെൽപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഈക്വൽ ആയിട്ട് അതിൽ ഇങ്ങനെ സ്പ്രെഡ് ആക്കിയുള്ളൂ. പിന്നെ അവർക്ക് ടേൺ ആക്കിയും ഓക്കെ. അതിൽ പിന്നെ ഞങ്ങൾ തെല്ലി എടുത്ത് വെച്ചിരുന്നാൽ ഖാരിരെ കേക്കറെ ക്രംസിലെ അതിൽ ഇതിന് മേലിൽ ഇട്ടിട്ട് ചന്തത്തിൽ സർക്കുലർ മോഷനിൽ ഞാനിട്ട് ഇങ്ങനെ അങ്ങനെ വേണം അങ്ങനെ ഇടാം. ഇട്ടിട്ട് ഇതിൽ ഞങ്ങൾ പാടെ ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ സെറ്റാകുക വെച്ച് വിടുക. നല്ല സെറ്റായാൽ പിന്നെ ഇതിൽ ഞങ്ങൾ ഡിഷ് ഔട്ട് ആക്കുക. നിങ്ങൾ സെർവ് ആക്കണം, നിങ്ങളെ ഫാമിലിയും ഫ്രണ്ട്സും ഇട്ട് എൻജോയ് ആക്കണം. നല്ല കോൾഡ് ആയിട്ട് ചിൽഡ് ആയിട്ട് ഒരു സോഫ്റ്റും ക്രീമി ഓരോ ടെക്സ്ചറുള്ള ഒരു ഡെസേർട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തോ നണ്ട് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആയെങ്കിൽ നിങ്ങളെ ഫാമിലിയും ഫ്രണ്ട്സിനും ഷെയർ ആക്കറു, കമൻറ്റ് ആക്കറു, സബ്സ്ക്രൈബ് ആക്കാത്തെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കറു. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സ് സർക്കിളിലെല്ലാം ഷെയർ ആക്കറു. എൻ്റെ ചാനൽ പിക്ക് ആൻഡ് ഈറ്റിക്ക് സപ്പോർട്ട് ആക്കറു. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.